സോ ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരുപാട് മക്കളെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള, നമ്മളെ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും നേരിൽ കണ്ടിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയണം, പക്ഷേ സ്കൂൾ പാടൊക്കെ തീർന്നിട്ടുണ്ട്, പ്രീ മോഡൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മോഡൽ എക്സാം ഇനി വരാൻ പോകുന്നു. പക്ഷേ ഞങ്ങൾ ബയോളജി പഠിക്കുമ്പോൾ ഏത് പാഠമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നല്ല വെയിറ്റേജ് ഉള്ള പാഠം ഏതാണ്, നമ്മൾ ഏത് ടോപ്പിക്കാണ് മാഷെ നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്, സാർ ഇതിൻ്റെ ട്രിക്സും ടിപ്സൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. ചില ആൾക്കാരുണ്ട്, മാഷെ എനിക്കൊന്ന് ജയിച്ചാൽ മതി അല്ലേ, ഇങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങൾ ഏത് പാഠം പഠിക്കണം മകളെ? നമ്മളിന്ന് നോക്കുന്നത് എക്സ്പെക്റ്റഡ് വെയിറ്റേജും അതുപോലെ തന്നെ എക്സാമിനും ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുമാണ് കേട്ടോ. സോ നേരെ പാഠത്തിന്റെ ഏതൊക്കെയോ പാഠങ്ങൾ പാടത്തോട്ട് പോലെ നമുക്ക് 6 പാഠങ്ങളാണ് 8ാം ക്ലാസ് ബയോളജി നമുക്ക് പഠിക്കുകയാണത്. എല്ലാം സിമ്പിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ, വാട്ട് യു ആർ പാഠങ്ങളാണ്. ആദ്യം ഈ പാഠത്തിൽ പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഓർമ്മപ്പെടുത്താറുണ്ട്, ഒന്ന് ലൈക്ക് അടിച്ച് വെക്കുക. ഒരുപാട് മക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. സോ നമ്മൾ സുഹൃത്തുക്കൾക്ക് അയച്ചൊരു അവർക്ക് യൂസ്ഫുൾ ആവട്ടെ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ബയോളജിയുടെ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഏതുവരെ ആയിട്ടുണ്ട്, ഏകദേശം അയക്കണം മാഷെ, എനിക്ക് ഇനി അവസാനത്തെ ആ ഒരു പാടുടെയൊക്കെ പഠിച്ചാൽ മതി അല്ലേ, ബാക്കി ക്രിസ്മസ് ഞാൻ കുറേ പഠിച്ചതാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അതല്ല മാഷെ എനിക്ക് എത്ര ആയിട്ടില്ല, പക്ഷെ കുറച്ചൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെയാണെങ്കിൽ ഒരു പിങ്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. മാഷേ പോയി പാളി 3G ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ നിലവാരം ഏത് വരെ ആയിട്ടുണ്ട്, അത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ മക്കൾസ് എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ, ലൈക്ക് അടിക്കാനും മറക്കണ്ട. നേരെ നമുക്ക് വീഡിയോ പോകാം. എന്താണ് നമ്മുടെ വീഡിയോ? ചാപ്റ്ററുകളും അതിൻ്റെ വെയിറ്റേജും ആണ്. ഇതിലാകുമ്പോൾ ഞാൻ അല്ല മാഷത്തിന് വെയിറ്റേജുകൾ കാണിച്ചിട്ടില്ലല്ലോ. ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, PCB അല്ലേ, ഈ 3 വിഷയങ്ങളിലും മൊത്തം നമുക്ക് 60 മാർക്കിനാണ് ചോദ്യം വരിക അല്ലേ. നമുക്ക് ശ്രദ്ധിക്കണേ, നമുക്ക് എത്ര മാർക്ക് ചോദ്യം വരിക? 60 മാർക്കാണ് ചോദ്യം വരിക. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? 3 വിഷയങ്ങളോട്ട് എന്ത് ചെയ്യണടാ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ വിഷയത്തിൽ നിന്നും 20 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വരിക. റെഡിയല്ലേ? ഫിസിക്സിന് 20 വരും, കെമിസ്ട്രിന്ന് 20 വരും, ബയോളജിന്ന് 20 വരും. നമുക്ക് നോക്കേണ്ടതാ ഈ ബയോളജിയിലെ 20 ഇതിനെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എടാ ഇത് മുൻവർഷങ്ങളിൽ നമുക്ക് ഈ പാഠത്തിൽ അല്ലെങ്കിൽ ഈ സിലബസിൽ എക്സാം നടന്നിട്ടില്ല. എന്ന് വെച്ചാൽ നിങ്ങളാണ് ഈ ബുക്കിൽ ആദ്യമായിട്ട് പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന മക്കള്. സോ നിങ്ങളാണ് നമ്മുടെ പരീക്ഷണ വസ്തു. സാറേ ആയിക്കോട്ടെ കേട്ടോ, അടാ ഒന്നുമല്ല, അതായത് കൃത്യമായിട്ട് നമുക്കൊരു എക്സ്പെക്റ്റഡ് വെയിറ്റേജ് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്തിനടാ ഏകദേശം പറയാൻ വേണ്ടി പറ്റും. നിങ്ങൾ നോക്കേണ്ടത് പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ 3 പാഠങ്ങളാണ്. അവസാനത്തെ 3 പാഠങ്ങളിൽ നിന്നുമായിരിക്കും നിങ്ങളുടെ പരീക്ഷയുടെ ഏകദേശം 60 മുതൽ 70% ക്വസ്റ്റ്യൻസ് വരിക. അപ്പോ മാഷ എനിക്കൊന്ന് ജയിച്ചാൽ മതി, A+ ഒന്നും വേണ്ട, ഒരു മിനിമം മാർക്ക് മതി അല്ലേ, ഒരു ഭയങ്കര ടോപ്പ് ആണെന്നില്ല. അങ്ങനത്തെ ഒരാണ് മക്കൾ എന്ത് ചെയ്തോ, അവസാനത്തെ 3 പാഠം മാത്രം പഠിച്ചോ. പക്ഷെ നമ്മൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യില്ല, അത് മാത്രം പഠിച്ചാൽ ഇത് പറയൂല. കാരണം നിങ്ങൾ 8ാം ക്ലാസ് കഴിഞ്ഞ് 9ക്കും അത് കഴിഞ്ഞ് 10ക്കൊക്കെ പോവാനുള്ള കിഡിലെ മക്കളാണ്. സോ നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്തടാ, ബാക്കി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബാക്കി 30% വരുന്നത് നമ്മുടെ ആദ്യത്തെ 3 പാഠത്തു നിന്നുമായിരിക്കും. സോ പഠിക്കുമ്പോൾ അവസാനത്തെ 3 പാഠങ്ങൾ, അതിൽ തന്നെ അവസാനത്തെ 2 പാഠത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമുക്ക് പഠിക്കുമ്പോൾ എന്ത് ചെയ്യടാ, ബാക്ക് നിന്ന് പഠിച്ചു തുടങ്ങാം. ആദ്യം 6ാം പാഠം സെറ്റ് ചെയ്യുക, പിന്നെ 5ാം പാഠം സെറ്റ് ചെയ്യുക, പിന്നെ 4, 3, 2, 1 ഈ രീതിയിൽ എന്ത് ചെയ്യുക, ഡിസെൻഡിങ് ബാക്ക് നിന്ന് എന്ത് ചെയ്യണം, മേലോട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിൽ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ മാർക്ക് വരാൻ സാധ്യത പ്രതീക്ഷിക്കുന്നത് 6ാം പാഠത്തു നിന്നാണ്, പിന്നെ അത് 5ാം പാഠത്തു നിന്നാണ്. കാരണം നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള കാര്യമായ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 2 പാഠങ്ങളാണ്. ഇവിടുന്ന് കൂടുതൽ ചോദ്യം വരും, 4ാം പാഠത്തു നിന്ന് മോശമില്ലാത്ത ചോദ്യങ്ങൾ വരും. റെഡി? പിന്നെ എന്ത് ചെയ്യണം, മേലേക്ക് എന്ത് ചെയ്യുക, വെയിറ്റേജ് കുറഞ്ഞു പോവാണ് ചെയ്യുക. സോ ആകെ നമുക്ക് 20 മാർക്കേ ഉള്ളൂ. ആ 20 മാർക്കിന് നമുക്ക് ശതമാനത്തിൽ പറയാന്നുണ്ടെങ്കിൽ ഏകദേശം 70% ക്വസ്റ്റ്യൻസും അവസാനത്തെ 3 പാഠത്താണ് വരിക. റെഡി അല്ലേ? അപ്പൊ ഇത് ഏകദേശം എക്സ്പെക്ട് വെയിറ്റേജ് സെറ്റ് ആയിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോസ് ആണ് വേണ്ടത്? മാഷെ ഞങ്ങൾക്ക് പഠിക്കാൻ, ഞങ്ങൾക്ക് ഉന്നതിയിലെത്താൻ വേണ്ടിയിട്ട് സാറ് ഞങ്ങളെ സഹായിക്കേണ്ടത് ഇന്ന രീതിയിലാണ്. നിങ്ങൾക്ക് കമന്റ് ചെയ്യാടാ, ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, അതല്ല നിങ്ങൾക്ക് വേണ്ടത് അടാ നമ്മുടെ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആ ടോപ്പിക്കുകളാണോ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണോ, അതുപോലെ പഠിക്കാനുള്ള കോഡുകളാണോ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ജസ്റ്റ് നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട പോലെ തന്നെ എജ്യൂപോഡ് അതൊക്കെ സെറ്റ് ചെയ്ത് തരും. അതുപോലെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ക്രിസ്മസ് എക്സാം, ഓൺ എക്സാം ഒക്കെ ഇങ്ങനെ അത്ര തന്നെ പെർഫോം ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും എത്തുമ്പോൾ അക്കാഡമിക്കിൽ ഒരു കംബാക്ക് നടത്താൻ വേണ്ടിയിട്ട് പുച്ഛിച്ചവരെയും കളിയാക്കിയവരെയും നെട്ടിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എജ്യൂപോഡിൻ്റെ ക്രാഷ് ബാച്ച്, ഇത് എൻഡ് ഗെയിമിൻ്റെ
അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴത്തോടെ എങ്ങനെ സ്ക്രോൾ പോകുന്നുണ്ട്. ജസ്റ്റ് ആ നമ്പർ ഒരു ഹായ് ഇടുക. എജുബോണിൻ്റെ കൂടിയിട്ട് നിങ്ങൾക്കുള്ള എല്ലാ വിഷയത്തിൻ്റെയും ഫുൾ ചാപ്റ്ററിൻ്റെ ടോപ്പിക്ക് നമ്മൾ ഫുൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് കാണുക, എക്സാം ചെയ്ത് പൊളിക്കുക. റെഡി ഇല്ലടാ? സോ നിങ്ങൾക്ക് വേണ്ട കാര്യം കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. മക്കൾസ് അടുത്ത ക്ലാസ് വീണ്ടും കാണാം. ബൈ.